ഹായ് ഗായ്സ്, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മളൊക്കെ ബിഗ് ബോസ് ചിലവരൊക്കെ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിലോട് ഭയങ്കര വിയോജിപ്പ് തോന്നുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അവർക്ക് ഈ ഡ്രസ്സ് കൊടുക്കാതെ ഈ ബിഗ് ബോസ് കാണിക്കുന്നത് എന്ത് പരിപാടിയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബാക്കി എല്ലാ ലാംഗ്വേജിലുള്ള ബിഗ് ബോസിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുക, കഴിഞ്ഞ വർഷം വരെയുള്ള ബിഗ് ബോസ് നമ്മുടെ മലയാളം ആണെങ്കിൽ തന്നെയും കണ്ടസ്റ്റൻസ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുമ്പോഴാണ് നമുക്ക് അവരെ കാണാനും അവർക്കൊരു ഭംഗി തോന്നുന്നതും. അത് മാത്രമല്ല, അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കോൺഫിഡൻറ്റ് ലെവലൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതിപ്പം ഒരുമാതിരി എന്താ പറയുക, 2-3 ആഴ്ച ആയില്ലേ, 2 ആഴ്ചയോളം ആയില്ലേ. ഭയങ്കര കഷ്ടമാണ് കേട്ടോ. എനിക്ക് ബിഗ് ബോസിനോട് ഒരു കാര്യമേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നുമല്ല, ദയവ് ചെയ്ത് അവരുടെ ഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക. ബാക്കി എന്ത് സാധനങ്ങൾ പിടിച്ചു വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ബേസിക്കായിട്ട് അവർക്ക് യൂസ് ചെയ്യാനുള്ള ബ്രഷ്, അതുപോലെ തന്നെ അവരുടെ മേക്കപ്പ് സാധനങ്ങളൊന്നും കൊടുക്കണമെന്ന് പറയുന്നില്ല. ഈ ബോഡി ലോഷന്, പിന്നെ ചുണ്ടിത്തേക്കുന്ന ലിപ് ബാം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ദയവ് ചെയ്ത് കൊടുക്കുക. എനിക്കതാണ് പറയാനുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, അവരെ കണ്ടിട്ട് തന്നെ നമുക്ക് എന്തോ പോലെ തോന്നുന്നു. ഇന്നലെ തന്നെ ബിൻസി ലൈവിൽ ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് വിത്തൗട്ട് മേക്കപ്പായിട്ടായിരിക്കും, എന്ത് രസമുണ്ട് കാണാൻ. അപ്പോൾ അതുപോലെ അവരൊന്ന് ഒരുങ്ങി ഇരുന്നോട്ടെ. വേറെ ഒന്നും കൊണ്ടല്ല, വേറെ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട, അത് അവർ കളിച്ചെടുത്തോളും. സർവൈവ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരിപ്പോൾ കാട്ടിക്കൊണ്ടിട്ടേക്കുവാണോ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇതിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബിഗ് ബോസിൻ്റെ ആ നല്ല മനോഹരമായ വീടിനകത്ത് കുറേ എന്താണ് പറയുന്നത്, കുറേ വൃത്തിമേനയില്ലാത്ത കുറേ ആൾക്കാർ വന്നിരുന്ന് ഗെയിം കളിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് കാണുമ്പോൾ നമുക്കും വല്ലാത്തൊരിതാണ്. കാരണം അവർ എത്രയോ പൈസയുടെ ഡ്രസ്സുകളായിരിക്കും വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർ വെച്ചേക്കുന്നത് അല്ലേ. അപ്പം പെട്ടെന്ന് അവർ ഔട്ടായി പോകുമ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് അവർക്ക് ആൾക്കാരുടെ മുന്നിലൊന്നും ഇരിക്കാൻ പോലും പറ്റണില്ലല്ലോ, അവർക്കൊന്ന് കാണിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ ഒരു വല്ലാത്ത സങ്കടം തന്നെയാണ്. അത്രയ്ക്കുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസ് ചെയ്യേണ്ടിയിരുന്നില്ല. കാരണം ഇതിന് മുമ്പുള്ള ആൾക്കാരായി തന്നെ കളിക്കാതെയും പിന്നെ വെറുതെ അവിടെ വന്ന് കുത്തിയിരുന്ന് കഴിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു. അവരെ വെച്ചിട്ട് ഇവരെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് അത്യാവശ്യം വേണ്ട അവരുടെ നല്ല ഡ്രസ്സുകൾ കൊടുക്കുക. അവർക്ക് വേണ്ട ജെനുവിനായിട്ടുള്ള സാധനങ്ങൾ, അതായത് ബ്രഷ്, പേസ്റ്റ്, പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഫേസ് വാഷ്, പിന്നെ എന്താണ് പറയുന്നത്, ലിപ് ബാം. കാരണം ചുണ്ടൊക്കെ പൊട്ടുന്നതെന്നൊക്കെ അതിന് പറയണ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്ത ഇതാണ് തോന്നുന്നത്. ഇപ്പോൾ ആരാണിപ്പോൾ ഒരുങ്ങി നടക്കാത്തത്? സാധാരണക്കാർ പോലും നല്ലപോലെ ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ അത് ബിഗ് ബോസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നത്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം ഞാൻ ഈ വെക്കുന്നത് നമ്മുടെ പയറും കോവയ്ക്കയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീടാം. സംഭവം കിടുവാണ്. അപ്പോൾ ഓക്കെ, കുറേ ദിവസമായില്ലേ വന്നിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ബിഗ് ബോസ് ലൈവ് കാണുമ്പം കുറച്ച് ദിവസം കൊണ്ടേ ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ